ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മഹേന്ദ്ര ബൊലേറോ ZLX ആണ്. 3 സിലിണ്ടർ എഞ്ചിൻ വരുന്ന ZLX ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളൻ്റ്. ഇതാണ് ഇതിൻ്റെ കൂളൻ്റ് ടാങ്ക്. കുറച്ച് കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് കൂളൻ്റ് ടാങ്ക് ഹാഫിലോട്ട് മാറുന്നത്. ഏകദേശം ഒരു 2-3 ദിവസം നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കൂളൻ്റ് കുറയുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ 2-3 ദിവസം ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് കൂളൻ്റ് ഏകദേശം ഹാഫിലോട്ട് വന്നിരിക്കുന്നു. വലിയ രീതിയിലുള്ള കുറവല്ല, ചെറിയ രീതിയിലുള്ള കുറവ് സംഭവിക്കുന്നുണ്ട്. കൂളൻ്റ് കുറയുന്ന ഒരു കംപ്ലയിൻറ്റ് കാണിക്കും. നമ്മളിത് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് കൂളൻ്റ് ലീക്ക് ആവുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് കാണുമോയെന്ന് അറിയില്ല. ഈ ഭാഗത്തിൽ കൂടെയാണ് കൂളൻ്റ് ലീക്ക് ആവുന്നത്. അതായത് കൂളൻ്റ് ലീക്ക് ആവുന്നത് ഈ നമ്മൾ ഓയിൽ ഫിൽറ്ററിൻ്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഓയിൽ ഫിൽറ്ററിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ കൂളൻ്റ് വന്നിട്ടാണ് ഈ ഒരു ചുമന്ന കളർ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ ഭാഗത്തുനിന്ന് കൂളൻ്റ് ലീക്ക് ആവുന്നുണ്ട്. ലീക്കായിട്ട് താഴോട്ട് പോയ പാടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ചുമന്ന കളർ ഇവിടെയൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂളൻ്റിൻ്റെ ഒരു ചുമന്ന കളർ ഉണ്ട്. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചുമന്ന കളർ വന്ന് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കൂളൻ്റ് അവിടെ നിന്നാണ് ലീക്ക് ആവുന്നതുകൊണ്ടാണ് കൂളൻ്റ് നമ്മുടെ റിസർവ് ടാങ്കിൽ കുറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് അത് മാറേണ്ടതായിട്ടുണ്ട്. അത് മാറാനായിട്ട് നമുക്ക് ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ചുമന്ന കളർ വന്നിരിക്കുന്നത്. അവിടെ ഒരു ജോയിൻ്റ് ആണ് വരുന്നത്. ഇത് റേഡിയേറ്ററിൽ നിന്ന് വരുന്ന പൈപ്പ്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സെൻസർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ സെൻസറിൻ്റെ ബോഡിയാണ് ലീക്ക് ആവുന്നത്. അപ്പോൾ ബോഡി അറ്റാച്ച് ആയിട്ട് നിൽക്കുന്നത് മാനിഫോൾഡിലാണ്, ഇൻടേക്ക് മാനിഫോൾഡിലാണ്. അപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡാണ് നമുക്ക് മാറേണ്ടത്. അപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡും ഇതുമായിട്ട് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത്. അത് പ്രത്യേകം ബോൾട്ടോ അല്ലെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കില്ല. അതിപ്പോൾ അസംബ്ലി ആയിട്ട് മാറേണ്ടതായിട്ട്. അപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡ് നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ചെടുക്കാനായിട്ട് മൊത്തം 7 ബോൾട്ടാണ് ഇൻടേക്ക് മാനിഫോൾഡിൽ വരുന്നത്. താഴെ മേളിൽ 4 ബോൾട്ട് വരുന്നുണ്ട്, താഴെ 3 ബോൾട്ട് ഉണ്ട്. എല്ലാം 12ൻ്റെ ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള കണക്ഷനും ഇൻ്റർകൂളറിൽ വരുന്ന കണക്ഷന്, ഇതിൻ്റെ കണക്ഷന്, ഇതെല്ലാം നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ സ്റ്റിക്കിൻ്റെ ഇത് മാനിഫോൾഡിലാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം നമുക്ക് അഴിച്ചെടുത്തിട്ട് ഇൻടേക്ക് മാനിഫോൾഡ് വെളിയിലെടുക്കാം. 12ൻ്റെ ബോൾട്ട് അങ്ങനെ ഇൻടേക്ക് മാനിഫോൾഡിന് വരുന്നത്. അപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡ് വെളിയിലെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ലീക്ക് കറക്റ്റായിട്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂളൻ്റ് നമുക്ക് അഴിച്ചുകൊണ്ടായിട്ടുണ്ട്. കൂളൻ്റ് അഴിച്ചു വിട്ടിട്ട് ഇൻടേക്ക് മാനിഫോൾഡ് വെളിയിലെടുക്കും. ഇതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ച് വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലീക്ക് നമുക്ക് വന്നത് ഈ ഭാഗത്തൂടെയാണ്. നോക്കിയാൽ മനസ്സിലാവും. ഈ ഭാഗത്തിൽ കൂടെയാണ് ഈ കൂളൻ്റ് ലീക്കായേക്കുന്ന പാടാണ് ഈ കാണുന്നത്. ആ ചുമന്ന കളറിൽ വന്നിരിക്കുന്നത് കൂളൻ്റ് ലീക്കായ പാടാണ്. അപ്പോൾ ഈ താഴെയും അതേപോലെ തന്നെ പാടുണ്ട്. ഈ സൈഡിൽ കൂടെ ലീക്കായിക്കൊണ്ട് താഴോട്ടങ്ങ് പോകണം. ഈ താഴോട്ട് കിടക്കുന്ന പാടെല്ലാം കൂളൻ്റ് ലീക്കായ പാടാണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാറാൻ കിട്ടില്ല. കാരണം ഇത് ജോയിൻ്റ് ആയിട്ടാണ്. ഈ ത്രോട്ടിൽ ഇൻടേക്ക് മാനിഫോൾഡിൽ അസംബ്ലി ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അസംബ്ലി ഉൾപ്പെടെ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ സെൻസർ അഴിച്ച് പുതിയ മാനിഫോൾഡ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മളിത് അഴിച്ചെടുത്തിട്ട് ഒട്ടിച്ച് ഇടാനൊന്നും ശ്രമിക്കരുത്. കാരണം ഒട്ടിച്ചാൽ ഇത് മാറില്ല. കാരണം ഇത് ഒറ്റ അസംബ്ലി ആയിട്ട് ഇത് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഗമ്മ് തൂക്കുന്ന ടൈപ്പാണ് ഇരിക്കുന്നത്. കാരണം അതുകൊണ്ട് ഈ ജോയിൻ്റ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര MCയിലോ അല്ലെങ്കിൽ എറാൾഡേറ്റോ ഒക്കെ ഇട്ടാലും ഒട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ നിൽക്കില്ല. അസംബ്ലി ആയിട്ട് തന്നെ മാറുന്നതാണ് നല്ലത്. മാനിഫോൾഡ് അസംബ്ലി ആയിട്ട് തന്നെ മാറുന്നതാണ് നല്ലത്. അപ്പോൾ ഈ സെൻസർ നമുക്ക് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഈ ഒരേ ഒരു പാസേജ് മാത്രമേ വെള്ളത്തിൻ്റെ പാസേജ് വരുന്നുള്ളൂ. നമുക്ക് അതിൻ്റെ അവസ്ഥ നോക്കാം. ആണ് ആ വെള്ളത്തിൻ്റെ പാസേജ് വരുന്നത്. ഈ ഒരു അറ്റാച്ചിലാണ്. ഈ ഓസിലോട്ടാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. ഒരു കണക്ഷൻ വരുന്നത്, ഒരു കണക്ഷൻ ഇതിലോട്ടാണ് വരുന്നത്. അതായത് ഓയിൽ കൂളറിലോട്ടാണ് ഒരു കണക്ഷൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഓയിൽ കൂളർ വരുന്നത്. ഒരു കണക്ഷൻ വരുന്നത് ഇതിലോട്ടാണ്, റേഡിയേറ്ററിലോട്ടാണ് ഒരു കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ പാസേജ് മാത്രമേ വെള്ളത്തിന് വരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ഈ താഴോട്ട് പോകുന്നു, ഒന്ന് മെയിൻ കണക്ഷൻ വരുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പുതിയത് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഇൻടേക്കിൻ്റെ മുകളിൽ വരുന്ന കണക്ഷൻ വരുന്നത് എയറിൻ്റെ ടർബോയിൽ നിന്ന് വരുന്ന ഇൻ്റർകൂളറിൽ നിന്ന് വരുന്ന ലൈൻ. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പുതിയ മാനിഫോൾഡ് വില വന്നിട്ട് 3732 വരുന്നുണ്ട്. MRP മഹീന്ദ്ര ഒറിജിനലാണ്. നമുക്ക് എന്തായാലും അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ പാർട്ട് നമ്പർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ വില വരുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ലീക്ക് കണ്ട ഭാഗം ഈ ഭാഗത്തിൽ കൂടെയാണ് ലീക്ക് നമ്മൾ കണ്ടത്. ഇവിടെ ഒരു ജോയിൻ്റ് പോലെ വരുന്നുണ്ട്. ആ ജോയിൻറ്റിൻ്റെ ഭാഗത്തിൽ കൂടെയാണ് നമ്മൾ ലീക്ക് കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പുതിയത് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പേ നമുക്ക് ആ ഹെഡിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരുന്ന സെൻസർ നമുക്ക് അഴിച്ച് പഴയതിൻ്റെ ഇതിനകത്ത് ഇടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഓൾറെഡി പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ബോണ്ടൊന്നും തൂക്കേണ്ട ആവശ്യമില്ല, അഴിച്ചുവരി ബോണ്ടൊന്നും തൂക്കേണ്ട ആവശ്യമില്ല, കാരണം ഊറിങ്ങാണ് വരുന്നത്. അപ്പോൾ ഇതങ്ങനെ ഫിറ്റ് ചെയ്താൽ മതി. ആ ഭാഗങ്ങളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഇതങ്ങനെ ഫിറ്റ് ചെയ്താൽ മതി. ഇവിടെയാണ് ഇതിൻ്റെ ബോൾട്ടും കണക്ഷനും ഒക്കെ വരുന്നത്. ഇതിന് മൊത്തം 7 ബോൾട്ടാണ് വരുന്നത്. ഒന്നിവിടെ, 2, 3, 4, അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് 3 ബോൾട്ട്. ഇതിൽ ഒരു ബോൾട്ട് വരുന്നത് ഒരു സ്റ്റഡി ടൈപ്പ് ബോൾട്ടായിരിക്കും. ആ ബോൾട്ടിങ് എടുത്ത് ഇവിടെ വരുന്ന ബോൾട്ട് ഒരു സ്റ്റഡി ടൈപ്പ് ആയിരിക്കും വരുന്നത്. ഇവിടെ ബാക്കിയുള്ള ബോൾട്ടുകൾ ഈ 2 ബോൾട്ട് നീളമുള്ള ബോൾട്ടായിരിക്കും വരുന്നത്. ബാക്കിയെല്ലാം ഒരേ സൈസിലുള്ള ബോൾട്ടുകളായിരിക്കും. ഈ ഭാഗത്തൊക്കെ വരുന്നത് ചെറിയ ഒരേ സൈസ് ബോൾട്ടുകളായിരിക്കും വരുന്നത്. അത് ഈ ടൈപ്പ് ബോൾട്ടാണ് വരുന്നത്. എല്ലാം 12 തന്നെയാണ് വരുന്നത്. ഈ ഒരു ഇതിന് മാത്രമേ ഉള്ളൂ സ്റ്റഡി ടൈപ്പ് വരുന്നത്. അപ്പോൾ എന്തായാലും ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പഴയ ബോഡിയിൽ നിന്ന് ഇതിൻ്റെ ടെമ്പറേച്ചർ സെൻസർ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഈ ഭാഗത്ത് ഒരു ലൈറ്റായിട്ട് ശകലം ബോണ്ട് തൂക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഓവർടൈറ്റ് ചെയ്യാൻ പാടില്ല. ഓവർടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 19ൻ്റെ റിംഗ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഓവർടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡിയിൽ ഇത് കറങ്ങാൻ തുടങ്ങും. കറങ്ങി കഴിഞ്ഞാൽ പിന്നെ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും ഓവർടൈറ്റ് ചെയ്യാൻ പാടില്ല. ഈ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ് കയറ്റി വെച്ച് ഫുൾ ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന കരിയും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫുള്ളായിട്ട് പെട്രോൾ വിത്ത് ഡീസൽ ലാസ്റ്റ് വെള്ളം ഒഴിച്ച് നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓസിൽ വരുന്ന അഴുക്കും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇൻടേക്ക് മാനിഫോൾഡ് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ബോണ്ട് തൂക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഇത് ഓറിംഗ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്കിതിൽ ബോണ്ട് തൂത്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ ബോണ്ട് തൂക്കാതെ തന്നെ ഫിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ ഭാഗവും. അപ്പോൾ എന്തായാലും നമുക്കിത് കയറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള കണക്ഷൻസുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ സോക്കറ്റ്, ടെമ്പറേച്ചർ സ്വിച്ചിൻ്റെ സോക്കറ്റ്, അതുപോലെ തന്നെ ഗേജിൻ്റെ കണക്ഷൻസ്, ഇവിടെ വരുന്ന കണക്ഷൻസ്, ടർബോയുടെ ലൈൻ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂളൻ്റ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലീക്ക് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. അതുപോലെ തന്നെ ടെമ്പറേച്ചറായിട്ട് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, ഓഫ് ചെയ്തോ. ഇപ്പോൾ മഹീന്ദ്ര ബൊലീറോ ZLXൻ്റെ കൂളൻ്റ് ലീക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. കൂളൻ്റ് നമ്മുടെ തെർമോസ്റ്റാറ്റ് സ്വിച്ചിൽ വരുന്ന ബോഡി, അത് ഇൻടേക്ക് മാനിഫോൾഡ് അസംബ്ലി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്തു നിന്നായിരുന്നു ലീക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് കുറച്ച് നേരം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് ലീക്ക് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് കൺഫേം ചെയ്യുക. AC ഇട്ടപ്പോൾ ഫാൻ വർക്ക് ആവുന്നുണ്ടോ എന്ന് ഫസ്റ്റ് നോക്കുക. അത് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചറിൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മാനിഫോൾഡ് അസംബ്ലി ആയിട്ടാണ്, ഇൻടേക്ക് മാനിഫോൾഡ് അസംബ്ലി ആയിട്ടാണ് ആ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ അതിൻ്റെ ലീക്കിനെ കുറിച്ചും അത് മാറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.